കേന്ദ്ര ജീവനക്കാരുടെ കോൺഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് കാസർഗോഡ് ഡിവിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വർഗീയതയുടെ രാഷ്ട്രീയത്തിനെതിരെ സ്നേഹത്തിന്റെ കരോൾഗാനം എന്ന സന്ദേശമുയർത്തി ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്തു. പുൽക്കൂട് ഉണ്ടാക്കുന്നതായാലും ക്രിസ്മസിൻ്റെ മറ്റു ആഘോഷങ്ങളായാലും ഇതെല്ലാം എല്ലാ മതസ്ഥരും നമ്മളൊരു മനുഷ്യരുടെ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആഘോഷമാണെങ്കിൽ പൊതുവായിട്ടുള്ള ഇടങ്ങളിൽ പൊതുസ്ഥാപനങ്ങളിലും അതേ രീതിയിൽ തന്നെയാണ് ആഘോഷങ്ങൾ നടക്കുക. എത്ര ഓഫീസുകളിൽ ക്രിസ്മസ് പാപ്പയുടെ വേഷം കെട്ടിയിട്ട് കരോളുമായിട്ട് ദിവസങ്ങളോളം എത്ര ഓഫീസുകളിൽ ഇങ്ങനെ സ്നേഹം വിതറിയിട്ട് സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് വന്നപ്പോൾ നമുക്കെല്ലാം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ചും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടി കരോൾ ഗാനം പാടാൻ ക്രിസ്മസ് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ ക്രിസ്മസ് പരിപാടിക്ക് മുമ്പായിട്ട് ഗണഗീതം പാടാനുള്ള അവകാശം ഉണ്ടാവണം, അതിനവസരം ഉണ്ടാവണം. അതാണ് ഒരു കൂട്ടർ ആവശ്യപ്പെട്ടത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പരിപാടി നടത്തുമ്പോൾ അവിടെ എന്തിനാണ് RSSൻ്റെ ഗീതം പാടുന്നത്? RSSൻ്റെ ഗീതമാണ് ഗണഗീതം. ഈ രാജ്യത്തെ ഹിന്ദുക്കൾ പാടുന്ന പാട്ടല്ല ഗണഗീതം. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദുത്വ ഭൂരിപക്ഷത്തെ, അതിൻ്റെ വർഗീയതയെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ, ഒരു സംഘടനയുടെ അതിൻ്റെ ഒരു ഗാനം എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ പാടേണ്ടത്? കേന്ദ്ര ജീവനക്കാരുടെ കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി PV ശരത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ C രാഘവൻ, K ഉണ്ണികൃഷ്ണൻ, KR ബാബുരാജൻ, KV വിൻസെന്റ്, ലളിതാബായ്, O രാജീവൻ എന്നിവർ സംസാരിച്ചു. M വിപിൻ സ്വാഗതവും VV രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.